ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹൈ റിസ്ക് പിടിച്ചൊരു വർക്കാണ്. കാരണം ഇത് നമ്മൾ ഈ ഒരു കോർണറിൽ ഒരു ജന്നൽ വെക്കണം. അപ്പോൾ കാണുന്നവർ വിചാരിക്കും ഇതിൽ എന്താ റിസ്ക് എന്ന് പല ആൾക്കാർക്കും തോന്നും. അപ്പോൾ ഈ ജന്നൽ നമുക്ക് അകത്ത് സ്റ്റെയറിൽ കൂടി ഇത് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ഈ കോർണർ വരുന്നത് കൊണ്ട് 1 മീറ്റർ 1 മീറ്റർ 2 മീറ്ററാണ് ഈ ജനലിൻ്റെ വീതി വരുന്നത്. അപ്പം നമുക്ക് സ്റ്റെപ്പ് വഴി കൊണ്ടുവരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുമല്ലാതെ ഇതിൽ ജനലിൽ ഉപയോഗിച്ചിരിക്കുന്ന കമ്പി എന്ന് പറയുന്നത് 1/2 സ്ക്വയർ റാഡാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ അറിയാം അത് എന്തുമാത്രം വെയിറ്റ് ആണെന്ന്. അപ്പോൾ ആ ജനൽ നല്ല വെയിറ്റാണ്. അപ്പോൾ ഇതിൽ വരുന്ന പ്രശ്നങ്ങൾ എന്താണെന്നറിയാമോ? നമ്മൾ ഇങ്ങനെയുള്ള വിൻഡോകളൊക്കെ നമ്മൾ ഈ വീട് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ കൂടെ തന്നെ വെച്ച് കെട്ടിപ്പോയി കഴിഞ്ഞാൽ വളരെ പണി എളുപ്പമായിരിക്കും. ഈ ഒരു റിസ്ക്കും വരില്ല. പല ആൾക്കാരും പിന്നെ ചെയ്യാമെന്നും പറഞ്ഞ് മാറ്റി വെച്ചേക്കും. അങ്ങനെ മാറ്റി വെച്ചതാണ് ഈ ഒരു സാധനം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് കെട്ടിയ ആൾക്കാർ ഇത് വെക്കാത്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. അവരിത് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ വിൻഡോകൾ വെക്കുമ്പോൾ അതിൻ്റെ കൂടെ കെട്ടി വെച്ചിട്ട് വേണം പോകാൻ. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബലം കിട്ടും. നമ്മൾ ഈ രണ്ടാമത് വെക്കുന്നേക്കാളും ബലമായിരിക്കും. കാരണം ഇതിൻ്റെ മേളിലെ ലിൻഡിൽ കോൺക്രീറ്റ് ഈ തടിയിൽ ഇരുന്ന് സീറ്റിംഗ് ആയിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ എന്തുകൊണ്ടും അതായിരിക്കും ബെറ്റർ. ഇതിപ്പോൾ ഞങ്ങൾ കയറ് വെച്ച് താഴെ 4 വരും. പിന്നെ പറയാതിരിക്കാൻ വയ്യ, ഇതിൻ്റെ ക്ലയൻറ്റ് ഞങ്ങളെ കൂടെ കട്ടയ്ക്ക് നമ്മളെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ താഴെ 4 പേരുണ്ട്, മുകളിൽ ഞങ്ങൾ 2 പേരുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം കറക്റ്റ് ലെവലിന് നമുക്ക് മേളിൽ കയറ്റിയാലേ ഇത് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ഹൈ റിസ്ക് പണിയാണ്. ഒരിക്കലും ഇനി ചെയ്യുന്നവർ ഇനി ഒരു വീട് വർക്കൊക്കെ ചെയ്യുമ്പോൾ ചില ആൾക്കാർ ഈ പൈസയുടെ ബുദ്ധിമുട്ട് ഷോർട്ടേജ് വരുമ്പോൾ ഈ കട്ട്ലൈൻ ജനലൊക്കെ പിന്നെ വെക്കാമെന്ന് കരുതി മാറ്റി വയ്ക്കും. അപ്പോൾ ഞാൻ ഒരിക്കലും യോജിക്കില്ല. നമ്മൾ ഇത്രയും പൈസ മുടക്കി വീട് വയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ കട്ട്ലയൊക്കെ എടുത്ത് അതിൻ്റെ കൂടെ വെച്ച് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഈ സാധനം ഇവിടെ കെട്ട് തുടങ്ങിയപ്പോഴേ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ എന്നിട്ട് പോലും ഇവിടെ പണി ചെയ്ത ആൾക്കാർ ഈ ഒരു ജനൽ വെച്ചിട്ട് ഇതിപ്പം ഞങ്ങൾക്കാണ് ഇത് വെക്കേണ്ട അവസ്ഥ വന്നത്. കാരണം അത്രയും ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു സാധനം പൊക്കി. കാരണം നല്ല വെയിറ്റ് ഉണ്ട്, അമ്മാതിരി വെയിറ്റാണ്. അതായത് 4 പേരും കൂടി പൊക്കിയാണ് താഴെ നിന്ന് കൊണ്ടുവന്നത്. ഇപ്പൊ ഞങ്ങൾ 2 പേരും കൂടി ഇവിടെ നിന്ന് പിടിച്ച് കറക്റ്റ് ഇത് സീറ്റിംഗ് ആയിട്ട് ഇരുത്തണം. കാരണം ഈ കോർണർ പറഞ്ഞുകൊണ്ട് നമ്മൾ കെട്ടിന് ചെറിയ വ്യത്യാസമെല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ആ കെട്ട് പൊട്ടിക്കേണ്ടി വരും. അപ്പൊ ആ ഒരു അവസ്ഥ വരില്ല എന്ന് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. നമ്മളിതിപ്പം പൊക്കി എല്ലാം സെറ്റ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇത് പൊക്കി ഏറ്റവും ടോപ്പിലേക്ക് നമ്മൾ രണ്ട് സൈഡിലും ക്ലാമ്പിനൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പൊ ക്ലാമ്പൊക്കെ വെച്ച് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് എടുത്താലേ നമുക്ക് ഈ ഒരു റൂം പ്ലാസ്റ്റർ ചെയ്ത് ഇറങ്ങാൻ പറ്റും. അപ്പം എല്ലാ വർക്കിനും ബുദ്ധിമുട്ടും കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ഈ കൺസ്ട്രക്ഷൻ വർക്കിൽ ചില ദിവസങ്ങളിൽ നമുക്ക് കിട്ടുന്ന പണി എന്ന് പറയുന്നത് അമ്മാതിരി പണിയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം ഇവിടെയും നമുക്ക് അതേപോലെ പണിയാണ് കിട്ടുന്നത്.